ആൻഡ് എംടെക് എന്താണ് ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് പഠിക്കുന്നത്. ഒരു സ്പെസിഫിക്കേഷൻ കോഴ്സ് വേണമെങ്കിൽ പറയാം. പിന്നെ ബിടെക് കാൻഡിഡേറ്റ്സും ഭയങ്കര കൂടുതലാണ്. പ്രാക്ടിക്കൽ സ്കിൽസ് ഗെയിൻ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ കല്ലെടുത്തെറിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബംഗാളിയുടെ തലയിൽ അല്ലെങ്കിൽ ഒരു ബിടെക്കാരന്റെ തലയിലായിരിക്കും വന്ന് വീഴുന്നത്. ഹേ ഗായ്സ്, ദിസ് ഇസ് ചാർലി ബോബ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നിങ്ങൾ എന്റെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വ്ലോഗ് ജസ്റ്റ് ജോയിൻ അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ K2 ബിടെക് വേഴ്സസ് എംടെക് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ബിടെക് ആൻഡ് എംടെക് എന്താന്ന് ചെറുതായിട്ട് ആദ്യം ഒന്ന് പറയാം. ബിടെക്കിന് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 12th പ്ലസ് PCM ആണ് വേണ്ടത്. PCM മീൻസ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. എംടെക്കിന് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എക്സാംസ് ലൈക്ക് ഗേറ്റ് ഒക്കെ പാസ് ആയിട്ടിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബിടെക് ആൻഡ് എംടെക്കിന് ജോയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബിടെക് എന്ന് വെച്ചാൽ 4 ഇയർ ആണ്, എംടെക് എന്ന് വെച്ചാൽ 2 ഇയർ ആണ്. ഇനി ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് പറയാം. ബിടെക് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സബ്ജക്ട്സ്, അതായത് മെയിൻ ആയിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിനെ പറ്റി ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് പഠിക്കുന്നത്. ഇപ്പൊ ലൈക്ക് ഞാനിപ്പോ ഈസി ആണെങ്കിൽ എനിക്ക് സിവിൽ പഠിക്കണം, CS പഠിക്കണം, ട്രിപ്പിൾ പഠിക്കണം. അപ്പൊ എല്ലാത്തിന്റെ ഒരു ബേസിക്സ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഫസ്റ്റ് 2 സെമ്മിൽ നമ്മൾ എല്ലാത്തിന്റെ ജസ്റ്റ് ബേസ് സബ്ജക്ട്സ് മാത്രമാണ് പഠിക്കുന്നത്. പക്ഷെ എംടെക് എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നതാണ് എംടെക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ VLSI പറ്റി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്ത് ഒരു സ്പെസിഫിക്കേഷൻ കോഴ്സ് വേണമെങ്കിൽ പറയാം. അതാണ് എംടെക് എന്ന് പറയുന്നത്. പിന്നെ ഈ ബിടെക്കിന്റെ മെയിൻ നമ്മൾ ജോബ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് കോർ ജോബ്സ് അവൈലബിൾ ആണ്. IT, ഗവൺമെന്റ്, പ്രൈവറ്റ്, അങ്ങനെ പല ജോബ് ഉണ്ട്. ഈ എംടെക് മെയിൻ ആയിട്ട് എടുക്കുന്നവര് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ടീച്ചിങ്, പിന്നെ ഹൈ ലെവൽ ടെക്നിക്കൽ റോൾസ്, കുറച്ചുകൂടെ ഹൈ ലെവൽ സാലറി പാക്കേജ് ഒക്കെ ഉള്ള ടെക്നിക്കൽ റോൾസിന് വേണ്ടിയിട്ടാണ് എംടെക് മെയിൻ ആയിട്ട് ആൾക്കാരെ എടുക്കുന്നത്. പിന്നെ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സ്കോപ്സ്, ഇപ്പം ഞാൻ ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എംടെക്, MBA, MS ഇതിലെല്ലാം പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എംടെക്കും ക്വാളിഫൈ ആവുകയാണെങ്കിൽ നമുക്ക് PhD, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എംടെക്കിന്റെ മെയിൻ. അപ്പൊ നമുക്ക് ഇതിന്റെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ബിടെക്കില് ജോബ് മാർക്കറ്റ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ബിടെക് കാൻഡിഡേറ്റ്സും ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ചില സിനിമയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബംഗാളിയുടെ തലയിൽ അല്ലെങ്കിൽ ഒരു ബിടെക്കാരന്റെ തലയിലായിരിക്കും വന്ന് വീഴുന്നത്. അപ്പോ ബിടെക്കിനകത്ത് നമ്മൾക്ക് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണോ അത്രത്തോളം കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും കൂടുതലായിരിക്കും. പക്ഷെ എംടെക്കിന് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവായിരിക്കും. മീൻസ് ഇപ്പൊ ബിടെക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എംടെക്കില് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവായിരിക്കും. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം പറയുമ്പോൾ മോഡറേറ്റ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ. പിന്നെ ഇതിന്റെ ഒരു ഈ എംടെക്കിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആവറേജ് ആയിട്ടുള്ള ഒരു കോളേജ് പഠിച്ചാൽ അത് ഞാൻ ഒരിക്കലും നല്ലതാന്ന് പറയത്തില്ല. കാരണം ഇപ്പൊ ഞാൻ ഒരു ബിടെക് ചെയ്തു, ഇനി ഞാൻ എംടെക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന കോളേജിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ജോലിയുടെ സാലറി പാക്കേജ് നമ്മൾ ഈ ബിടെക് കഴിഞ്ഞിട്ട് എംടെക് നമ്മൾ 2 വർഷം എടുത്ത് പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലൊരു ജോലി കിട്ടാനാണല്ലോ. അപ്പോ ഒരു ആവറേജ് കോളേജിൽ പഠിക്കുവാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സാലറി പാക്കേജ് കിട്ടത്തില്ല. നമ്മളുടെ ടൈം ആൻഡ് കോസ്റ്റ് വെറുതെ കൺസ്യൂം ആയത് ആ ഒരു ലെവലിൽ തന്നെ നമ്മുടെ സാലറി പാക്കേജ് എത്തണമെന്നില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് വേണം എംടെക്കിന് പോകുന്നവര് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ. ഇപ്പൊ നിങ്ങൾ ഗേറ്റ് പോലത്തെ എക്സാം ഒക്കെ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ കോളേജസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എംടെക് എടുക്കുന്നത് കൊണ്ട് എന്തായാലും ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഫ്യൂവർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആസ് കമ്പയർ ടു ബിടെക്. പക്ഷെ ബിടെക്കിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുതലാണ്, എംടെക്കിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്ത് എംടെക് എടുക്കുന്നവര് എംടെക്കിന് ശേഷം അബ്രോഡ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, പക്ഷെ കിട്ടില്ല എന്നല്ല, ട്രൈ ചെയ്താൽ കിട്ടും. പക്ഷെ ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഭയങ്കര കുറവാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പറയാം. ബിടെക്കിൽ ഇരിക്കുമ്പോൾ നമ്മള് ഇപ്പൊ നമുക്ക് പ്രൊജക്ട് ഒക്കെ ചെയ്ത് ഇപ്പൊ ഫൈനൽ ഇയേഴ്സോ തേർഡ് ഇയേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയായിരിക്കും. പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ജേർണൽ പബ്ലിഷ് ചെയ്യണം. അപ്പം സ്കോപ്പസ് പോലത്തെ നല്ല ഹൈ സ്കോപ്പസ് ഒക്കെ എന്താന്നുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവേ. അപ്പൊ അതൊക്കെ ഒരു നല്ല ജേർണൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സൈറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സൈറ്റിൽ കയറി പറ്റണമെങ്കിൽ
ഇപ്പം ബിടെക്കുകാരെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പമാണ് എംടെക് ലെവലിലുള്ളവർക്ക്. ലൈക്ക് PhD തീസിസ് ഒക്കെ എഴുതുന്നവർക്ക് എംടെക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കൂടുതലാണ്. പിന്നെ ഒരു കാര്യം, ബിടെക് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ സ്കിൽസ് ഗെയിൻ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ജോബ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞിട്ട് ഒരു സാലറി കുറവുള്ള ജോബ് ആണെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലായിട്ട് ആ പ്രാക്ടിക്കൽ നോളജ് വെച്ച് കയറാവുന്നേ ഉള്ളൂ. പക്ഷെ എംടെക് എന്ന് പറയുന്നത് നമുക്ക് ഈ 2 വർഷം പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒന്നും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അത് പക്ക ഒരു തിയറി ബേസിക്സ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ക്വാളിഫിക്കേഷൻ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ജോബ് നോക്കുമ്പോഴും ആ ഒരു സ്പെസിഫിക് ഏരിയയിലായിരിക്കും നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. അപ്പൊ എംടെക്കിന്റെ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും അതും കൂടെ മൈൻഡിൽ വെച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ. അപ്പൊ ബിടെക്കിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് എംടെക് എടുക്കുന്നതുകൊണ്ട് പേഴ്സണലി താല്പര്യമില്ല. പക്ഷെ ഞാൻ എംടെക് പഠിക്കുന്നവരുടെ ഒപ്പീനിയനും കൂടെ നോക്കിയിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ ബിടെക് പഠിച്ചിട്ട് കുറച്ചും കൂടെ ഹൈ ലെവൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സെയിം ടൈമിൽ തന്നെ ഒരു 50% ആണ്. ഇപ്പം കുറച്ച് ആൾക്കാർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കമ്പനിയിൽ കയറുവാണെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. ലൈക്ക് ഇപ്പൊ നമ്മൾ ആരുടെങ്കിലും സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് കിട്ടും. അതേപോലെ തന്നെ ഹൈ ലെവൽ ജോബ് കിട്ടുന്നവരാണ് എംടെക്കിന് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ എന്റെ ഒപ്പീനിയൻ മാത്രമല്ല കേട്ടോ, എംടെക് പഠിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ ഇനി എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.